ക്ഷേത്ര ഭരണത്തിലുള്ള സർക്കാർ നിയന്ത്രണത്തെ സംബന്ധിച്ച ചർച്ചകളിലേക്ക് താഴെ പറയുന്ന ചിന്തകൾ കൂടി സമർപ്പിക്കുന്നു. സന്തോഷം. സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മഹാസദസ്സിന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന അർത്ഥം. അല്ലാണ്ട് ചിദാനന്ദപുരസ്വാമിക്ക് സമർപ്പിക്കുന്നു എന്നല്ല. മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്രങ്ങളുടെ സംരക്ഷണവും പരിപാലനവും സർക്കാർ കൈകാര്യം ചെയ്യുക എന്നാൽ ഹൈന്ദവികത മതാതീതമായ ദേശീയതയുടെ ഭാഗമാണ് എന്ന അംഗീകാരമായി കാണാൻ കഴിയില്ല. മറിച്ച് ഭൂരിഭാഗം ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാർ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. ഭൂരിഭാഗം ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാർ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതെങ്ങനെ? കേരളത്തെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞാൽ 1960കളുടെ ആരംഭത്തിൽ ലാൻഡ് റിഫോർമേഷൻ ആക്ട് വന്നപ്പോ പൂർവികന്മാര് ക്ഷേത്ര നടത്തിപ്പിന് വേണ്ടി നീക്കിവെച്ച ഭൂമികളിൽ ഭൂരിഭാഗവും ക്ഷേത്രങ്ങൾക്ക് നഷ്ടമായി. അപ്പൊ ആരേറ്റെടുത്തു? സർക്കാർ ഏറ്റെടുത്തു. എന്നിട്ട് സർക്കാർ വിതരണം ചെയ്തു. 2, 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആൻഡ് വെസ്റ്റിംഗ് ആക്ട് അനുസരിച്ച് കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പൂർവികന്മാര് നീക്കിവെച്ച വനഭൂമികൾ മുഴുവനും ഗവൺമെന്റ് ഏറ്റെടുത്തു, 4 പൈസ പ്രതിഫലം ഇല്ലാതെ. ഈ 2 നിയമങ്ങളിലൂടെ ഏറ്റെടുത്തത് സർക്കാരാണ്. അതുകൊണ്ട് ഏതേത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച ഭൂമിയാണോ സർക്കാർ നിയമത്തിലൂടെ ഏറ്റെടുത്തത് അവയെ പരിപാലിക്കാൻ ആന്വിറ്റി അടിവരയിട്ട് പറയുന്നു. വർഷാവർഷം വില നിലവാര സൂചിക അനുസരിച്ച് പരിഷ്കരിക്കുന്ന ആന്വിറ്റി. അല്ലാണ്ട് 963 ആന്വിറ്റി അല്ല ഇപ്പൊ കൊടുക്കേണ്ടത്. പരിഷ്കരണം നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. 2, ഈ പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് അനുസരിച്ചിട്ടുള്ള എത്രയാണോ തുക ആ തുക മുഴുവനും ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് സർക്കാർ കൊടുക്കേണ്ടതാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ദേവസ്വത്തെ സംബന്ധിക്കുന്ന ചർച്ചകളിൽ പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും പറയാറുണ്ട്, ക്ഷേത്രങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കുക ചെയ്യുന്നത്. സാധാരണക്കാർ വിശ്വസിക്കും. കാരണം കണക്കനുസരിച്ച് ശരിയാണ്. ബജറ്റ് നീക്കി വെക്കുന്നുണ്ടല്ലോ, ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടല്ലോ, ന്യായമല്ലേ അവർ പറയുന്നത്, സത്യമല്ലേ എന്ന് നമുക്ക് തോന്നും. സത്യമല്ല. കാരണം ഈ 2 നിയമം അനുസരിച്ച് കൊടുക്കേണ്ടുന്ന പണത്തിന്റെ 10% പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് ചിദാനന്ദപുരസ്വാമി പറയുന്നതല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആന്വിറ്റി കാലാകാലം പരിഷ്കരിച്ചിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടി. 1990കളുടെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പരിപൂർണൻ, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശങ്കരസുബ്ബൻ തുടങ്ങിയവരടങ്ങിയ വ്യത്യസ്ത കേസുകളിലാണ് ഈ പറഞ്ഞത്. ഈ പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കണക്ക് കൂട്ടി നോക്കി ഓരോ ഫോറസ്റ്റിൽ നിന്നും പ്രതിവർഷ വരുമാനം എത്രയാണ്? കോടിക്കണക്കിന് രൂപയാണ്. ഓരോ വർഷവും കോടിക്കണക്കിന്. അത് വിഭജിച്ച് ക്ഷേത്രങ്ങൾക്ക് കൊടുത്ത സമ്പന്നമായ ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് ഇപ്പൊ സർക്കാർ പ്രതിവർഷം ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞത് സർക്കാരിന്റെ ഔദാര്യമല്ല. ആദ്യം മനസ്സിലാക്കുക. 2, ക്ഷേത്രങ്ങൾ മതാതീതമായ ദേശീയതയെ അംഗീകരിച്ചത് കൊണ്ടല്ല ഏറ്റെടുത്തത്, മറിച്ച് 1811 കേണൽ മൺട്രോ തിരുവിതാംകൂറിന്റെ റീജന്റ് ദിവാനായ സമയത്ത്
തിരുവിതാംകൂറിലേക്ക് പണം കൂട്ടാൻ വേണ്ടി. എന്തിനാ പണം കൂട്ടുന്നത്? തിരുവിതാംകൂറിന് സൈനിക സഹായം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകുന്നതിന് പാരിതോഷികമായിട്ട് പണം സ്വരൂപിക്കാൻ വേണ്ടിയാണ് ആദ്യമായി ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തത്. ഇത് നല്ല വരുമാന സ്രോതസ്സാണല്ലോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ്, കാരണം ആ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നില്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷം ഇത് നല്ല വരുമാന സ്രോതസ്സാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസാക്കിയത് മദ്രാസ് പ്രസിഡൻസിയിൽ. മദ്രാസ് പ്രസിഡൻസിയിലായിരുന്നല്ലോ മലബാർ ജില്ലയെല്ലാം. എന്നാൽ അന്ന് ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും ഒറ്റക്കെട്ടായിട്ട് ആ നിയമത്തെ എതിർത്തു. ഹിന്ദു സമൂഹം മിണ്ടിയില്ല. എന്തുണ്ടായി? ഗവൺമെന്റ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പിൻവലിച്ചു. തത്സ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസാക്കി. ഇത് വരുമാന സ്രോതസ്സാണെന്ന് കണ്ടറിഞ്ഞപ്പോ അടുത്ത ഘട്ടത്തിൽ കാൽക്കട്ട പ്രോവിൻസിലും അടുത്ത ഘട്ടത്തിൽ ബോംബെ പ്രോവിൻസിലും പിന്നെ സെൻട്രൽ പ്രോവിൻസിലും ആയി. അപ്പൊ എവിടെയൊക്കെ ബ്രിട്ടീഷ് ഭരണം ഉണ്ടോ അവിടെയൊക്കെ ഈ ആക്ട് വന്നു. ഇത് മതേതര ജനാധിപത്യ ദേശീയ മാനങ്ങൾ അംഗീകരിച്ചിട്ടല്ല, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗീകരിച്ച ശമ്പള സ്കെയിൽ പ്രകാരം ക്ഷേത്ര ജീവനക്കാർക്ക് പ്രതിഫലം നൽകാൻ നാട്ടുകാരുടെ സ്വതന്ത്രമായ കമ്മിറ്റികൾക്ക് പ്രയാസമല്ലേ? അല്ല. ഒന്നാമത് വേണ്ടത്, ഇന്ന് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് എ, ബി, സി, ഡി കാറ്റഗറികളുണ്ട്. മലബാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചാണ് കാറ്റഗറി ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ മേജർ, മൈനർ തുടങ്ങിയ കാറ്റഗറി ഉണ്ട്. നിങ്ങൾ തിരുവിതാംകൂറിലൊക്കെ പോകുമ്പോൾ കാണാം മേജർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നൊക്കെ ബോർഡ് കാണാം. മൈനറിന് പൊതുവെ ബോർഡ് വെക്കാറില്ല. നമ്മളായിരിക്കും സുബ്രഹ്മണ്യം മേജറായോ, ദേവസൈന്യത്തിന്റെ മേജർ ആയിരുന്നല്ലോ അതുകൊണ്ടാവും വിചാരിക്കും. അതല്ല, വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേജർ, മൈനർ തരംതിരിക്കുന്നത്. അങ്ങനെ പല കാറ്റഗറിയായി വിഭജിച്ചു. അതിൽ ഒട്ടും വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളുടെ ക്ലസ്റ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഓരോരുത്തർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവില്ല, ക്ലസ്റ്റർ ആയിരിക്കും. ആ ക്ലസ്റ്ററിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അവിടുത്തെ സൂപ്പർവൈസറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, ഉത്തരവാദിത്തം ഉണ്ടാവുക, മേൽനോട്ട ബാധ്യതയും മേൽനോട്ട അധികാരം. എന്നാൽ വരുമാനമുള്ള ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ നേരിട്ട് കൈകാര്യം ചെയ്യും. ഇങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ ഭരണരീതി. ഇത് തിരുവിതാംകൂർ, കൊച്ചിൻ, മലബാർ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ചാണ്. കാരണം ഗുരുവായൂർ കൂടൽമാണിക്യം പ്രത്യേക ആക്ട് അനുസരിച്ചാണ്. ഏതായാലും 5 ദേവസ്വം ബോർഡുകൾ. ഇതിൽ നമ്മൾ ഒന്ന് ഭാവന ചെയ്തു. സർക്കാരിന്റെ യാതൊരു ഇടപെടലും ഇല്ലാത്ത ദേവസ്വം ബോർഡ് നമ്മളൊന്ന് ഭാവന ചെയ്തു. എങ്ങനെ? വ്യത്യസ്ത ക്ഷേത്രങ്ങള്, കാവുകള് ഇന്ന് ഏതെങ്കിലും പ്രകാരത്തിൽപ്പെട്ട ഒരു ഭരണ വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ഭൂരിഭാഗവും ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള സൊസൈറ്റികളാണ്. കുറെ അധികം ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള ട്രസ്റ്റുകളാണ്. കുറെ ഗവൺമെന്റിന്റെ ഇപ്പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ഇതാണ് ഭൂരിഭാഗം. ഇനി ഏതെങ്കിലും ക്ഷേത്രങ്ങൾ തറവാട്ട് വകയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും മേൽനോട്ടത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടാവും. ഒരു കമ്മിറ്റി ഫോം നിർബന്ധമാണ്. ഇനി മലബാർ ദേവസ്വം ബോർഡിലാണെങ്കിൽ ക്ഷേത്രങ്ങൾ ബോർഡിന്റെ കീഴിലായാലും നടത്തിപ്പിന് കമ്മിറ്റി ഉണ്ടാവും. ചിന്തിക്കുക. ഈ കമ്മിറ്റികളിൽ നിന്ന് ഓരോ അംഗം വീതം റെപ്രസെന്റേഷൻ വരുന്ന ഒരു പഞ്ചായത്ത് തല കമ്മിറ്റി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു പഞ്ചായത്ത് തല കമ്മിറ്റിയിൽ 200-ഓ 300-ന് ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു 300-നും 400-നും ഇടയ്ക്ക് മെമ്പേഴ്സാണ് ഉണ്ടാവുക.
അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലാതല കമ്മിറ്റി ഉണ്ടാവും. അപ്പൊ എല്ലാ സ്ഥലത്തെയും റെപ്രസെന്റേഷനായി. ജില്ലാതല കമ്മിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റേറ്റ് തല കമ്മിറ്റി ഉണ്ടാവും. എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന നാഷണൽ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാകും. ഒന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. ഉദാഹരണം പറഞ്ഞാൽ സ്റ്റേറ്റ് ദേവസ്വം ബോർഡിൽ ഓരോ ജില്ലയിൽ നിന്നും 3 പേരാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 4 പേരാണെന്ന് വിചാരിച്ചോ. അപ്പൊ 48 പേരോ അല്ലെങ്കിൽ 42 പേരോ 68 പേരോ അങ്ങനെയുള്ള ഒരു ക്രമത്തിൽ സംഖ്യ കിട്ടും. അതിനോടൊപ്പം വേദശാസ്ത്രം, തന്ത്രശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം, വാസ്തുശാസ്ത്രം, മന്ത്രശാസ്ത്രം തുടങ്ങിയവയിൽ നിന്ന് വ്യത്യസ്ത ആചാര്യ സ്ഥാനീയരായ, അതിൽ ശാക്തേയത്തിന്റെ വാമ, അതുപോലെ കൗള, സമയാചാരാദി ഭേദങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാര് വേണം, ശൈവ വൈഷ്ണവാദിയിൽ നിന്ന് ആചാര്യന്മാര് വേണം. അങ്ങനെ എല്ലാത്തിന്റെയും ആചാര്യന്മാർ അടങ്ങുന്ന ഒരു അപ്പർ ബോഡിയും കൂടി ഉണ്ടെങ്കിൽ ഈ പണമെല്ലാം ഒരു കോമൺ പൂളിൽ വരികയാണെങ്കിൽ എത്ര ഭംഗിയായിട്ട് നടക്കും. ഇപ്പോഴുള്ള സ്കെയിലല്ല, ഇതിന്റെ ഇരട്ടി കൊടുക്കാൻ പറ്റും. അതെങ്ങനെ ഇരട്ടി കൊടുക്കാൻ പറ്റുക? എങ്ങനെ ഇരട്ടി കൊടുക്കാൻ പറ്റുക? ഇപ്പോ ദേവസ്വം ബോർഡിൽ ഏറ്റവും അധികം ചെലവ് വരുന്നത് ക്ഷേത്ര നടത്തിപ്പിനല്ല. തീർത്തു പറയാൻ പറ്റും, വലിയൊരു ജീവനക്കാരുടെ വൃന്ദത്തിന് സാലറിയും പെൻഷനും കൊടുക്കാനാണ്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കമ്മിറ്റി സംവിധാനം ആകുമ്പോ ആരും പ്രതിഫലം വാങ്ങുന്നില്ല. അവര് ഭക്തന്മാരാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പെൻഷനും സാലറിയും ഉള്ള പൈസ ക്ഷേത്ര ജീവനക്കാർക്ക് കൊടുക്കാൻ പറ്റും. പൂജ ചെയ്യുന്ന ആൾക്ക്, കഴകക്കാർക്ക്, വാദ്യക്കാർക്ക്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റും. ഓഫീസ് സ്റ്റാഫ് 1, 2, 3 മതിയാവും. അവർക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം കിട്ടും. അതിലുപരി സർക്കാർ ഇന്റർവെൻഷൻ ഉണ്ടാവില്ല. ഈ ദേവസ്വം ബോർഡിന്റെ കീഴില് പഠന സ്ഥാപനങ്ങൾ ആരംഭിച്ചാൽ അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ പൂജയ്ക്ക് നിയോഗിക്കൂ. അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയവര് എല്ലാ ക്ഷേത്രങ്ങളിലും പഠിപ്പിക്കുന്ന ആചാര്യന്മാരായിട്ടുണ്ടാവും. എന്നൊരു വ്യവസ്ഥ വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു സമാജം അത്യന്തമായ ഉത്കർഷത്തെ പ്രാപിക്കും. ഒന്ന് ഭാവന ചെയ്യും. അതിനെപ്പറ്റി പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അതിനൊരു സംഘർഷവും വേണ്ടല്ലോ. നമ്മൾ എന്താ പറയാ, സാധിക്കില്ല എന്തിനത്? അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ശമ്പളം കൊടുക്കാൻ കഴിയും. ഭംഗിയായിട്ട് അവിടെ പരിഹാര ഫോറങ്ങൾ വേണം, തർക്കപരിഹാര ഫോറങ്ങൾ വേണം. ആ തർക്കപരിഹാര ഫോറത്തിൽ തീരാത്തത് കോർട്ടിൽ പോകണം. ഇനി ഇപ്പൊ ഇൻഡസ്ട്രികളിൽ നമ്മൾ വ്യത്യസ്ത ഇൻഡസ്ട്രിയൽ സെക്ടറുകളിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന വേജസ് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ മിനിമം വേജസ് ആക്ട് ഉണ്ട് നമുക്ക്. അപ്പൊ മിനിമം വേജസ് ആക്ട് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വരാൻ ഇൻഡസ്ട്രി ഗവൺമെന്റ് ഏറ്റെടുക്കുക അല്ല ചെയ്യുക. അതിനൊരു അതോറിറ്റി പറയുന്നത്. അതുപോലെ ക്ഷേത്രങ്ങളിലും നിർദ്ദിഷ്ടമായ സ്കെയിൽ പിന്തുടരുന്നുണ്ട് എന്ന് കാണിക്കാൻ, മനസ്സിലാക്കാൻ ഒരു സൂപ്പർവൈസറി ബോഡി ഉണ്ടാക്കാം. ചിന്തിക്കുക. ക്ഷേത്രഭരണം സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മുക്തമാക്കുക എന്നതിന് പകരം ദേവസ്വം ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ധർമ്മശാസ്ത്രാനുസാരിയായി ജീവിക്കുന്നവരും ക്ഷേത്രോപാസനാഭിമുഖ്യമുള്ളവരുമായ ആളുകൾ നിയമിക്കപ്പെടാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുക എന്നതിലെ കൂടുതൽ അഭികാമ്യമല്ല. കാരണം ഇതിന് മാനദണ്ഡങ്ങളില്ല. 2, ഒരു രാഷ്ട്രത്തിൽ തുല്യ നിയമം എന്നുള്ളതും തുല്യനീതി എന്നുള്ളതും മുഖ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിൽ ഭരണഘടനയിൽ സെക്കുലർ എന്നുള്ള പദമുണ്ട്. 1976 മുതൽ ഭാരതം സെക്കുലറാണ്. അപ്പോൾ ഏതെങ്കിലും മതസ്ഥാപനം സർക്കാർ നടത്തുന്നത് സെക്കുലർ കോൺസെപ്റ്റിന് തന്നെ ബദ്ധവിരുദ്ധമാണ്.